അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ്. ഏറ്റവും സ്നേഹ ബഹുമാനം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, അൽഹംദുലില്ലാഹ് നമ്മളെല്ലാവരും പരിശുദ്ധമായ മുഹറം മാസത്തിലാണുള്ളത്. ഈ മുഹറം മാസത്തിൻ്റെ ഓരോ ദിവസങ്ങളിലും ഓരോ മണിക്കൂറുകളിലും ഒരുപാട് ദിക്റുകളും സ്വലാത്തുകളും കൊണ്ട് ധന്യമാക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. ദിക്റ് ചെയ്യുന്ന നാവ് നമുക്കെല്ലാവർക്കും ഉണ്ടാവണം. ഇൻഷാ അല്ലാഹ് നമുക്കെല്ലാവർക്കും ഒന്നിച്ച് ഈ പരിശുദ്ധമായ മുഹറം മാസത്തിൻ്റെ ഈ ഒരു സുന്ദരമായ നിമിഷത്തിൽ എല്ലാവർക്കും ഒന്നിച്ച് കുറച്ച് ദിക്റുകളും സ്വലാത്തുകളും പറയാം. അവസാനം നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് ദുആരക്കാം. അള്ളാഹു നമ്മുടെ മജ്‌ലിസിനെ സ്വീകരിക്കുമാറാവട്ടെ. നമ്മൾ ആദ്യമായി പറയാൻ പോകുന്നത്, ഈ മുഹറം മാസത്തിൽ അല്ലാഹു തആല മഹാന്മാരായ പ്രവാചകന്മാർക്ക് അവരുടെ ജീവിതത്തിൽ ഒരുപാട് നന്മകൾ കൊടുത്ത, ഒരുപാട് അനുഗ്രഹങ്ങൾ കൊടുത്ത മാസമാണ്. ഇതെല്ലാം നമുക്കറിയാം. ഓരോ പ്രവാചകന്മാർക്കും അല്ലാഹു തആല അവരുടെ ജീവിതത്തിൽ ഒരുപാട് ഖൈറുകളും ഒരുപാട് ബറക്കാത്തുകളും കൊടുത്തിട്ടുള്ള ഒരു മാസം കൂടിയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? അവരെപ്പോലെ അവരുടെ ജീവിതത്തിൽ അള്ളാഹു കൊടുത്തിട്ടുള്ള ആ ഒരു വലിയ ശ്രേഷ്ഠതകളും ആ മഹത്വങ്ങളും നമ്മളും കരസ്ഥമാക്കുക. പ്രവാചകന്മാർക്ക് കിട്ടിയ മഹത്വമൊന്നും നമുക്ക് കിട്ടാൻ പോകുന്നില്ല. പക്ഷേ നമ്മൾ പറയുന്ന ദിക്റുകളിലൂടെ, തസ്ബീഹുകളിലൂടെ, സ്വലാത്തുകളിലൂടെ, ദുആകളിലൂടെ അള്ളാഹുവിൻ്റെ വലിയ സാമീപ്യം നമുക്ക് കരസ്ഥമാക്കാനും അതുവഴി ഈ പരിശുദ്ധമായ മുഹറം മാസത്തെ പൂർണ്ണമായും നമുക്ക് പ്രയോജനപ്പെടുത്താനും സാധിക്കും. മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം മത്സ്യത്തിൻ്റെ വയറ്റിൽ അകപ്പെട്ടു പോയിട്ട് മഹാനവറുകൾ രക്ഷപ്പെട്ടത് ഈ ഒരു ദിക്ർ പറഞ്ഞിട്ടാണ്. അതുകൊണ്ട് മഹാനായ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ജീവിതത്തിലുണ്ടായ ആ ഒരു പ്രയാസത്തിൽ നിന്നും മഹാനവറുകൾ രക്ഷപ്പെട്ടതുപോലെ നമ്മുടെ ജീവിതത്തിലെ പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, അതിൽ നിന്നും രക്ഷ കിട്ടാൻ ഈ ഒരു ദിക്ർ, ഈ ഒരു ആയത്ത് നമ്മൾ പതിവാക്കുക. നമുക്കറിയാവുന്ന ആയത്താണ്. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ഈ പരിശുദ്ധമായ മുഹറം മാസത്തിലെ എല്ലാ അമലുകളും അതിൻ്റെ പോരായ്മകൾ പരിഹരിച്ച് അള്ളാഹു കബൂലാക്കുമാറാവട്ടെ. ഈ മുഹറം മാസം, ഈ ഒരു വർഷം അള്ളാഹു നമുക്ക് എല്ലാവിധ സലാമത്തിൻ്റെ, ഐശ്വര്യത്തിൻ്റെ, വലിയ ബറക്കത്തിൻ്റെ മാസമാക്കി, വർഷമാക്കി തന്ന് അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് അള്ളാഹുവിൻ്റെ ഒരു ഇസ്മാൻ. അള്ളാഹുവിന് 99 പേരുകളുണ്ടല്ലോ. ആ 99 പേരുകളിൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള 2 പേരുണ്ട്. 2 പേരുകൾ. എല്ലാ പേരും അള്ളാഹുവിന് ഇഷ്ടമാണ്. എന്നാൽ ഈ 2 പേര് അള്ളാഹുവിന്
ഏറ്റവും കൂടുതൽ ഇഷ്ടമാണ്. അള്ളാഹുവിന് ഇഷ്ടമുള്ള ആ 2 പേരുകൾ പറഞ്ഞിട്ട് ദുആ ചെയ്താൽ അള്ളാഹു ദുആ സ്വീകരിക്കും, ഉറപ്പാണ്. ഏതാണ് ആ 2 ഇസ്മുകൾ? ഇൻഷാ അല്ലാഹ് എല്ലാവരും ഒന്നിച്ച് പറയുക. അള്ളാഹു തആല നമ്മുടെ മനസ്സിലുള്ള മുറാദുകൾ ഈ ഇസ്മു പറയുമ്പോൾ തന്നെ ഹാസുലാക്കി നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. യാ റഹ്മാനു യാ അല്ലാഹ് യാ റഹീമു യാ അല്ലാഹ് 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 യാ റഹ്മാനു യാ അല്ലാഹ് യാ റഹീമു യാ അല്ലാഹ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് പരിശുദ്ധമായ ഈ മുഹറം മാസത്തിൽ സ്വർഗത്തെ നമ്മൾ ചോദിക്കണം. എങ്ങനെയാ സ്വർഗത്തെ ചോദിക്കേണ്ടത്? അതുപോലെ നരകത്തിൽ നിന്നുള്ള മോചനം ചോദിക്കണം. എങ്ങനെയാ നരകത്തിൽ നിന്ന് മോചനം ചോദിക്കേണ്ടത്? ഈ മുഹറം മാസത്തിൽ തന്നെ സ്വർഗത്തെ നമ്മൾ ചോദിക്കുക, നരകത്തിൽ നിന്ന് മോചനം ചോദിക്കുക. രണ്ടും ഒരൊറ്റ ദിക്റിലൂടെയാണ്. ഏതാണ് ആ ദിക്ർ? അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്ന വ അഊദു ബിക മിനൻ നാർ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്ന വ അഊദു ബിക മിനൻ നാർ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്ന വ അഊദു ബിക മിനൻ നാർ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്ന വ അഊദു ബിക മിനൻ നാർ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്ന وأعوذ بك من النار. اللهم إني أسألك الجنة 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 وأعوذ بك من النار. اللهم إني أسألك الجنة
الجنة وأعوذ بك من النار اللهم إني أسألك الجنة وأعوذ بك من النار اللهم إني أسألك الجنة وأعوذ بك من النار നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബിമാർക്ക് പഠിപ്പിച്ചു കൊടുത്ത ഒരു ദിക്റുണ്ട്. ഈ ദിക്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആകാശഭൂമിയുടെ ഇടയിലുള്ള എന്തെല്ലാം ഉപദ്രവകാരികളായ ജീവികളുണ്ടോ, അവസ്ഥകളുണ്ടോ, അതിൽ നിന്നെല്ലാം അല്ലാഹു തആല വലിയ കാവൽ കൊടുക്കുന്ന ഒരു ദിക്റാണ് ഇനി പറയാൻ പോകുന്നത്. ഏതാണ് ആ ദിക്ർ? എല്ലാവിധ ഷർറ് ബലാ മുസീബത്തുകളെ തൊട്ടുമുള്ള കാവൽ കിട്ടാൻ നമ്മൾ നിത്യമാക്കേണ്ട ഒരു ദിക്റാണിത്. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് السميع العليم. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. ഇനി പറയാൻ പോകുന്നത് 99 രോഗങ്ങൾക്ക് ശിഫാ കിട്ടുന്ന കൻസും മിൻ കുനൂസിൽ ജന്ന, സ്വർഗത്തിൻ്റെ നിധികളിൽപ്പെട്ട ഒരു നിധിയാകുന്ന ഒരു ദിക്റാണ്. ഈ ദിക്ർ പതിവാക്കിയാൽ അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നും വലിയ ഖൈറാത്തുകളും ബറക്കാത്തുകളും കിട്ടിക്കൊണ്ടിരിക്കും. ഏതാണ് ആ ദിക്ർ? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ العظيم. لا حول ولا قوة إلا بالله العلي 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 العظيم.
ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം 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 ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. ഈ മുഹറം മാസത്തിലാണ് മഹാനായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹം മഹാനവറുകൾ പറഞ്ഞ തൗബ അല്ലാഹു സ്വീകരിച്ചത്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ സ്വർഗത്തിൽ നിന്നും പുറത്തേക്ക് വന്ന ആ ഒരു സന്ദർഭം, അള്ളാഹുവേ, ഞാൻ അറിയാതെ എൻ്റെ ഭാഗത്തു നിന്നും ഒരു പിഴവ് സംഭവിച്ചു പോയി, നീ കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ ഒരു പഴം ഞാൻ കഴിച്ചുപോയി. അതിൻ്റെ പേരിലാണല്ലോ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെയും ഹവ്വ റളിയല്ലാഹു അൻഹയെയും അള്ളാഹു ഭൂമിയിലേക്ക് ഇറക്കുന്നത്. അപ്പോൾ അവർ ചെയ്ത തൗബ ഇപ്രകാരമാണ്. വിശുദ്ധമായ ഖുർആനിൽ ആ തൗബയുടെ വാക്ക് പറയുന്നുണ്ട്. ഈ പരിശുദ്ധമായ മുഹറം മാസത്തിൽ നമ്മൾ ഓരോരുത്തരും ഏറ്റവും കൂടുതൽ പറയേണ്ട ഒരു തൗബയുടെ ഒരു ദുആയാണ്, വിശുദ്ധമായ ഖുർആനിൽ പറഞ്ഞിട്ടുള്ളൊരു ദുആയാണ് നമ്മൾ പറയാൻ പോകുന്നത്. റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. നമ്മുടെ എല്ലാവരുടെയും ഏറ്റവും വലിയ ശത്രു അത് ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹിയാണ്. ഇബ്ലീസിന്റെ ശർറിനെ തൊട്ട് വലിയ കാവൽ കിട്ടണം. ഇബ്ലീസിന്റെ ശർറിനെ തൊട്ട് കാവൽ കിട്ടാൻ ഈ പരിശുദ്ധമായ മുഹറം മാസത്തിൽ നിന്ന് തന്നെ നമുക്ക് ഇൻഷാ അല്ലാഹ് തുടങ്ങാം. ഒരു ദിക്ർ പറയുന്നതിലൂടെ ആ ശൈത്വാന്റെ ശർറിനെ തൊട്ട് കാവൽ കിട്ടും. ഏതാണ് ആ ഒരു ദിക്ർ? റളീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബിമുഹമ്മദിൻ നബിയ്യാ. 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 റളീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി
ഇസ്ലാമി ദീനൻ വബിമുഹമ്മദിൻ നബിയ്യാ റളീതു ബില്ലാഹി റബ്ബൻ വബിൽ 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 ഇസ്ലാമി ദീനൻ വബിമുഹമ്മദിൻ നബിയ്യാ. ഇനി പറയാൻ പോകുന്നത് ഒരു മനുഷ്യൻ്റെ അവസാനത്തെ വാക്ക്, അതായത് അവൻ മരിക്കുന്ന സമയത്ത് അവൻ്റെ വാക്ക് ഇനി പറയുന്ന വാക്കായാൽ അവൻ രക്ഷപ്പെട്ടു. ഏതാണ് ആ വാക്ക്? ജദ്ദിദു ഈമാനക്കും വനവ്വിറു ഖുലൂബക്കും വസയ്യിനു അൽസിനത്തക്കും എന്നാണ്. നമ്മുടെ നാവ് ഭംഗിയാവാൻ, നമ്മുടെ ഹൃദയം ശുദ്ധിയാവാൻ, നമ്മുടെ ശരീരമൊക്കെ അള്ളാഹുവിന് വഴിപ്പെടാൻ പറ്റിയ ഒരു ദിക്റാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. ദിക്ർ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഒരു വാചകമാണ് ഇനി പറയാൻ പോകുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് 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 ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്
ഇനി നമ്മൾ പറയാൻ പോകുന്നത് അള്ളാഹുവിൻ്റെ മറ്റൊരു ഇസ്മാണ്. ഈ ഇസ്മ പറഞ്ഞാൽ കിട്ടുന്നത് നമ്മുടെ ജീവിത വിഭവത്തിൽ അള്ളാഹു ബറക്കത്ത് നൽകും. ജോലിയില്ലാത്തവർക്ക് ഖൈറായ ജോലി കിട്ടാൻ, അതുപോലെ തന്നെ നമ്മുടെ ജീവിത വിഭവം, നമ്മുടെ ജോലി കിട്ടിയിട്ടുണ്ട്, ശമ്പളത്തിൽ ഖൈറുണ്ടാവാൻ, അതുപോലെ നമ്മുടെ കുടുംബാദികളിൽ ഖൈറുണ്ടാവാൻ, മക്കളിൽ സലാമത്തുണ്ടാവാൻ, ജീവിത വിഭവം എന്ന് നമുക്ക് എന്തൊക്കെ പറയാൻ പറ്റും അതിലൊക്കെ ബറക്കത്തുണ്ടാവാനുള്ള ഒരു ഇസ്മാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. ഏതാണ് ആ ഇസ്മ? അള്ളാഹുവിൻ്റെ റസൂല് കൂടുതൽ പറഞ്ഞിട്ടുള്ള, സ്വഹാബിമാരൊക്കെ ഒരുപാട് പറഞ്ഞിട്ടുള്ള ഒരു ഇസ്മാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. യാ റസ്സാഖു യാ അല്ലാഹ്, 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 യാ റസ്സാഖു യാ അല്ലാഹ്. ഇനി പറയാൻ പോകുന്നത് സ്വലാത്താൻ. പരിശുദ്ധമായ മുഹറം മാസത്തിൽ ഒരുപാട് സ്വലാത്തുകൾ, അറിയാവുന്ന ഏത് സ്വലാത്ത് നമുക്ക് പറയാം. നമ്മൾ ഇനി പറയാൻ പോകുന്നത് സ്വലാത്തുൽ ഫിർദൗസിയ, ഫിർദൗസ് എന്ന സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്ന സ്വലാത്താണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് ആ സ്വലാത്ത് പറയാം. اللهم صل على محمد اللهم صل عليه وسلم اللهم صل على محمد اللهم صل عليه وسلم. ഈ സ്വലാത്തുൽ ഫിർദൗസിയ എന്ന പേരിൽ 2-3 സ്വലാത്തുണ്ട്. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ സ്വലാത്തും സ്വലാത്തുൽ ഫിർദൗസിയ ആണെന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. ഇപ്പോൾ നമ്മൾ പറഞ്ഞ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് അല്ലാഹുമ്മ സ്വല്ലി അലൈഹി വസല്ലം, ഈ സ്വലാത്തും സ്വലാത്തുൽ ഫിർദൗസിയ ആണെന്ന് പറഞ്ഞ ഉലമാക്കളുമുണ്ട്. അപ്പോൾ സ്വലാത്ത് ചൊല്ലിയാൽ നമുക്ക് വമ്പൻ കൂലിയാണ്, ഫിർദൗസ് എന്ന സ്വർഗത്തിലേക്ക് നമ്മെ കൊണ്ടെത്തിക്കും. ഇൻഷാ അല്ലാഹ് എല്ലാവരും ഒന്നിച്ചു ചൊല്ലുക. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് അല്ലാഹുമ്മ സ്വല്ലി അലൈഹി വസല്ലം 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 അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് അല്ലാഹുമ്മ
اللهم صل عليه وسلم اللهم صل على محمد 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 اللهم صل عليه وسلم اللهم صل على മുഹമ്മദ് اللهم صل عليه وسلم. അവസാനമായി നമ്മൾ പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഫാത്തിമ ബീവിക്ക് പഠിപ്പിച്ചു കൊടുത്ത ഒരു സ്വലാത്ത്, ചെറിയൊരു സ്വലാത്താണ്, നമുക്കറിയാവുന്ന സ്വലാത്താണ്. സ്വലാത്തുൽ ഫാത്തിമിയ്യ എന്നാണ് ഈ സ്വലാത്തിനെ പറ്റി പറയുന്നത്. വലിയ വമ്പൻ കൂലികൾ അല്ലാഹു നമുക്ക് നൽകുന്ന ഒരു സ്വലാത്താണ്. اللهم صل على النور وأهلي 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 اللهم صل على النور وأهلي. അൽഹംദുലില്ലാ, നമ്മുടെ ഈ സ്വലാത്തിൻ്റെ, ദിക്റിൻ്റെ, തസ്ബീഹിൻ്റെ, ദുആഇൻ്റെ മജ്ലിസിനെ അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. നമ്മൾ പറഞ്ഞിട്ടുള്ള ദിക്റുകളും സ്വലാത്തുകളും അള്ളാഹു പരിപൂർണമായി കബൂലാക്കുമാറാവട്ടെ. എന്തെങ്കിലും ഒരു പിഴവ്, എന്തെങ്കിലും ഒരു ഹറക്കത്തിൽ പിഴവൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അള്ളാഹു അത് വിട്ടുപുറത്ത് മാപ്പാക്കുമാറാവട്ടെ. ആമീൻ. ഇൻഷാ അല്ലാഹ് നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് ദുആ ചെയ്യാം. ഇൻഷാ അല്ലാഹ് മുഹറം മാസത്തിൻ്റെ എല്ലാ മഗ്രിബിന് ശേഷം, എല്ലാ ദിവസവും മഗ്രിബിന് ശേഷം നമ്മുടെ ഇതുപോലുള്ള സ്വലാത്തിൻ്റെ, ദിക്റിൻ്റെ മജ്ലിസ് ഉണ്ടാകും. ഇൻഷാ അല്ലാഹ് എല്ലാവരും അതിൽ പങ്കെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ എല്ലാ ദിവസവും സുബഹി നമസ്കാരത്തിന് ശേഷം ഒരു 6 മണിക്ക് ശേഷം ഇൻഷാ അല്ലാഹ് നമ്മുടെ ചാനലിൽ മസ്അലകൾ പറഞ്ഞുകൊണ്ട്, നമ്മൾ ഓരോ ദിവസവും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടുള്ള വീഡിയോയും ഉണ്ടാകും. അതും നിങ്ങൾ കേൾക്കുക, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. അല്ലാഹു തആല നമ്മുടെ സദസ്സിനെ സ്വീകരിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് ഒരു ദുആ ചെയ്യാൻ പോവുകയാണ്. ഒരുപാട് പേര് കമൻറ്റുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഓരോ കമൻറ്റും വായിക്കുന്നുണ്ട്. എല്ലാവർക്കുമുള്ള മറുപടി അയക്കാനുള്ള സൗകര്യക്കുറവ് കൊണ്ട് ഇൻഷാ അല്ലാഹ് മൊത്തത്തിൽ എല്ലാവർക്കും വേണ്ടി ദ്വാരക്കുകയാണ്.
അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അല്ലാഹുമ്മ അൻസിൽഹുൽ മഖ്അദൽ മുഖറബ ഇൻദക യൗമൽ ഖിയാമ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അർഹമുർ റഹീമീനായ അല്ലാഹ്, ഞങ്ങളുടെ ഒരുമിച്ച് കൂടൽ നീ സ്വീകരിക്കണേ റഹ്മാനെ. അള്ളാഹു, ഞങ്ങൾ ഈ പരിശുദ്ധമായ മുഹറം മാസത്തിലാണുള്ളത്. ഈ മുഹറം മാസത്തിൽ ഞങ്ങൾ ചെയ്യുന്ന എല്ലാ നല്ല കർമ്മങ്ങളും നീ കബൂലാക്കണേ അല്ലാഹു. ഞങ്ങളുടെ പാപങ്ങളെല്ലാം നീ വിട്ടുപുറത്ത് മാപ്പാക്കണേ ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയവർക്ക് നീ മഗ്ഫിറത്ത് നൽകണേ മർഹമത്ത് നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, ഈ പരിശുദ്ധമായ മുഹറം മാസവും ഇനിയുള്ള മാസങ്ങളിലും ഞങ്ങൾക്ക് ഒരുപാട് നന്മകൾ ചെയ്യാനും നിന്റെ അടുക്കലേക്ക് കൂടുതൽ അടുക്കാനുമുള്ള തൗഫീക്ക് നൽകണേ പാപങ്ങളിൽ നിന്നും മാറി നിൽക്കാനുള്ള തൗഫീക്ക് നൽകണേ അല്ലാഹു. ഞങ്ങളുടെ വീഡിയോ കാണുന്ന ഒരുപാട് ഉമ്മമാരുണ്ട്, ഉപ്പമാരുണ്ട്, ഞങ്ങളുടെ മജ്ലിസുകളിൽ പങ്കെടുക്കുന്നവരുണ്ട്. എല്ലാവർക്കും നീ ഖൈറും സലാമത്തും ഏറ്റി കൊടുക്കണേ ആമീൻ പറയുന്ന ഉമ്മമാരുണ്ട്. അവരുടെയും ഞങ്ങളുടെയും മനസ്സിലുള്ള ഹലാലായ മുറാദ് നീ ഹാസുലാക്കണേ രോഗങ്ങൾക്ക് നീ ശിഫാ നൽകണേ മാരകവുമല്ലാത്തതുമായ ഒരുപാട് രോഗങ്ങളെ കൊണ്ട്, അസുഖങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്. ഹോസ്പിറ്റലിൽ അഡ്മിറ്റായവരുണ്ട്, വീടുകളിൽ കഴിയുന്നവരുണ്ട്, ഓപ്പറേഷൻ കഴിഞ്ഞവരുണ്ട് റഹ്മാനെ, ഓപ്പറേഷന് വിധേയമാവാൻ തയ്യാറാകുന്നവരുണ്ട്. എല്ലാവരുടെയും എല്ലാ പ്രയാസങ്ങളും ദുഃഖങ്ങളും രോഗങ്ങളും സങ്കടങ്ങളും പ്രശ്നങ്ങളും നീ മാറ്റി കൊടുക്കണേ മാരകമായ അസുഖങ്ങളെ തൊട്ട് നീ കാക്കണേ അല്ലാഹുവെ പടച്ചവനെ, ഞങ്ങളോട് ഒരുപാട് പേര് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. മക്കളില്ലാതെ വിഷമിക്കുന്നവർ, ജോലിയില്ലാതെ വിഷമിക്കുന്നവർ, വിവാഹപ്രായമെത്തിയിട്ട് വിവാഹം ശരിയാവാത്തവർ, കടങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ, റഹ്മാനെ എല്ലാവരുടെയും പ്രശ്നങ്ങൾക്ക് നീ പരിഹാരം കാണണേ ഈ പുണ്യമായ മാസത്തിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, ദുഃഖങ്ങൾ, രോഗങ്ങൾ, സങ്കടങ്ങൾ നീ മാറ്റി സുഖവും സന്തോഷവും പ്രദാനിക്കണേ അല്ലാഹുവെ, വിദേശത്തേക്ക് പോവാൻ ആഗ്രഹിക്കുന്നവരുണ്ട്, അവരുടെ ജോലികളിൽ നീ ഖൈർ നൽകണേ ഇന്റർവ്യൂ കഴിഞ്ഞവരുണ്ട്. അല്ലാഹുവേ, ഖൈറായ ജോലികളിൽ നീ അവരെ എത്തിക്കണേ റഹ്മാനെ. ഞങ്ങളുടെ മക്കൾ പഠിക്കുന്നവരാണ്, ഉന്നതമായ വിജയം നൽകണേ അല്ലാഹു. ഞങ്ങളുടെ ഭാര്യമാരിൽ പല ആളുകളും, ഞങ്ങളുടെ മക്കളിൽ പല ആളുകളും, സഹോദരിമാരിൽ പല ആളുകളും ഗർഭിണികളാണ്. സുഖപ്രസവം നൽകണേ അല്ലാഹുവെ പടച്ചവനെ, ഞങ്ങളെ എല്ലാവരെയും പ്രകൃതി ദുരന്തങ്ങളെ തൊട്ട്, പകർച്ചവ്യാധികളെ തൊട്ട് കാക്കണേ മുസ്ലിം ഉമ്മത്തിന് നീ ഇസ്സത്ത് നൽകണേ പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുന്ന കാലമാണ്. ഡെങ്കിപ്പനി പോലെ മറ്റ് അസുഖങ്ങൾ പടർന്നു പിടിക്കുന്നു. എല്ലാവിധ രോഗങ്ങളെ തൊട്ടും ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും നീ കാക്കണേ റഹ്മാനെ. പരിശുദ്ധമായ മുഹറം മാസത്തിൽ ഞങ്ങൾ എന്തെല്ലാം നന്മകൾ ചെയ്തിട്ടുണ്ടോ അതെല്ലാം നീ സ്വീകരിക്കണേ റഹ്മാനെ. ഒരുപാട് ഞങ്ങൾ നോമ്പ് പിടിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ഒരുപാട് നിസ്കരിച്ചിട്ടുണ്ട്, ഖുർആൻ ഓതിയിട്ടുണ്ട്, ദിക്ർ സ്വലാത്തുകൾ പറഞ്ഞിട്ടുണ്ട്. എല്ലാ അമലുകളുടെയും പോരായ്മകൾ പരിഹരിച്ച് നീ ഖബൂലാക്കണേ റഹ്മാനെ. ഇനിയും ഒരുപാട് നന്മകൾ ചെയ്യാനുള്ള തൗഫീക്ക് നൽകണേ റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ബിഫദ്ലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലിം. അൽഹംദുലില്ലാ, നമ്മുടെ സദസ്സിനെ അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. ഈ ഒരു ദിക്റിൻ്റെ സ്വലാത്തിൻ്റെ മജ്ലിസ് നിങ്ങൾ പങ്കെടുത്തതുപോലെ മറ്റുള്ളവർക്കും പങ്കെടുക്കാൻ ആഗ്രഹമുണ്ടാകും. അപ്പോൾ അവരിലേക്ക് ഇത് എത്തിച്ചു കൊടുക്കുക. അല്ലാഹു നമ്മളെ എല്ലാവരെയും ഖൈറിൻ്റെ അഹ്ലുകാരിൽ ഉൾപ്പെടുത്തട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.